Meet the editors. പ്രതിപക്ഷം തെരുവിലേക്കോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ പ്രതിപക്ഷം രാംലീല മൈതാനത്തൊരു മഹാ റാലി, ആ റാലി എന്ന് പറയുന്നത് ബഹുജന റാലി ആയിരിക്കും. അത് പാർട്ടികൾ മാത്രമല്ല, എല്ലാ ജനങ്ങളെയും, ഡൽഹി നിവാസികളെ മുഴുവൻ ക്ഷണിച്ചുകൊണ്ടുള്ളൊരു വലിയ പ്രതിഷേധമാക്കി മാറ്റുമെന്നാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത്. എന്താണ് ഈ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം നടത്താൻ പ്രതിപക്ഷത്തിന് സാധിക്കും? ഇപ്പോൾ 31-ാം തീയതി നടക്കുന്ന മഹാറാലി എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഷേധ റാലി തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും. അവിടെ ഡൽഹി എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിക്ക് വലിയ ജനപിന്തുണയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പിന്നെ ഞാൻ കരുതുന്നില്ല ഈ 28-ാം തീയതി വളരെ നിർണായകമാണ്. 28-ാം തീയതി വരെയാണ് കേജ്രിവാളിൻ്റെ റിമാൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ബെയിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസുകളിൽ ബെയിൽ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ ടഫ് ടാസ്ക്കാണ്. കാരണം ഒന്നാമത് പ്രൈമ ഫേസിയിൽ നമ്മൾ തന്നെ നിരപരാധിയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം, കോടതിക്ക് ബോധ്യപ്പെടണം. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ 28-ാം തീയതി റിമാൻഡ് കഴിഞ്ഞ് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഇതുവരെ നാം കണ്ട അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കത്തില്ല, അത്ര ശക്തനായിരിക്കും അദ്ദേഹം. അപ്പം അങ്ങനൊരു സാഹചര്യമൊന്നും കേന്ദ്ര സർക്കാർ ഒരുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ കണക്കുകൂട്ടി തന്നെയായിരിക്കും ഈ അറസ്റ്റ് നടത്തിയിട്ടുണ്ടാകുക. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ വിഷയമായി ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം വരികയും ചെയ്യും. എന്നാൽ ഈ വിഷയങ്ങളിലൊക്കെ ഒരു പൗരസമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ്, നമ്മൾ എത്ര ഗൗരവത്തോടെ ഈ വിഷയങ്ങളെ കാണുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ. നോക്കൂ, 8 ദിവസം മുമ്പ് മാർച്ച് 16-ാം തീയതി, അതായത് ഈ മാസം 16-ാം തീയതി 8 ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ ഒരു വലിയ കേസിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ വന്നിരുന്നു. ആ കേസ് എന്ന് പറയുന്നത് ഭീമ കൊറഗാവ് കേസാണ്. ആ ഭീമ കൊറഗാവ് കേസിൽ ഷോമാ സെൻ എന്ന് പറയുന്ന നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപിക അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. 2018-ലാണ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 65 വയസ്സുണ്ട് ആ സ്ത്രീക്ക്. അവരുടെ കേസാണ്, അവരുടെ ബെയിൽ ആപ്ലിക്കേഷനാണ് സുപ്രീം കോടതിയിൽ വന്നത്. ആ കേസ്, ആ ബെയിൽ ആപ്ലിക്കേഷനെ NIA എതിർത്തില്ല. അത്ഭുതകരമാണ്, NIA എതിർത്തില്ല. അതുകൊണ്ട് അവർക്ക് ആ ബെയിൽ കിട്ടുകയാണ് ചെയ്തത്. നോക്കൂ, 2018 ജൂണിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അവർക്ക് ആർത്രൈറ്റിസിൻ്റെ രോഗമുണ്ടായിരുന്നു, അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അവർ പലതവണ ട്രയൽ കോർട്ട് മുതൽ സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഡിസംബർ 23-ാം തീയതി ഇവരുടെ ജാമ്യാപേക്ഷ വന്നിരുന്നു, കഴിഞ്ഞ വർഷം 3 മാസം മുമ്പ്. അപ്പോഴും NIA അതിനെ ശക്തമായി എതിർത്തിരുന്നു. ഇപ്പോൾ NIAയുടെ അഡ്വക്കേറ്റ് പറഞ്ഞതെന്നറിയാം സുപ്രീം കോടതിയുടെ കാര്യത്തിനകത്ത്, ഇനി ഇവരെ കസ്റ്റഡിയിൽ ഇരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഒരു കേസിൽ 6 വർഷം ഒരു സ്ത്രീയെ, സോളിറ്ററി കൺഫൈൻമെൻ്റ് ആകട്ടോ, ഏകാന്ത തടവാണ്. നമുക്കറിയാലോ, ആ കേസിൽ 2021 സ്റ്റാൻ സ്വാമി മരിച്ചു, 84 വയസ്സായിരുന്നു. അങ്ങനെ എത്ര പേര് അവിടെ കിടന്നു. എന്നിട്ട് ഈ ബെയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ആരെങ്കിലും അത് ചർച്ച ചെയ്തോ? ഒരു ചർച്ചയും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ല. ഒരു ഏജൻസി പിടിച്ചുകൊണ്ട് പോയി 6 വർഷം ഒരാളെ ജയിലിലിട്ടിട്ട് ഒരു ചർച്ചയും ഉണ്ടാകുന്നില്ല. ഈ മനീഷ് സിസോദിയ 1 വർഷം കഴിഞ്ഞു കേട്ടോ, ഈ കേസിൽ തന്നെ 14 മാസമായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിധി എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇന്ത്യയുടെ സാഹചര്യം എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നാണ്. ഫ്രീസ് ചെയ്തിരിക്കുകയല്ല കേട്ടോ, ഇറ്റ്സ് ടേക്കൺ അവേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? IT-യുടെ ഉദ്യോഗസ്ഥർ ഓരോ ബാങ്കിലും ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ അക്കൗണ്ടിലെ പൈസയൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പൈസ മാറ്റിയിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ഫ്രോസൺ, ഇറ്റ് ഈസ് ടേക്കൺ അവേ. നമ്മളതിനെ വളരെ ലളിതമായി കാണരുത്. നമുക്കിപ്പം എന്താ പറയുക, ഇത് ഈ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ ഈ പറയുന്ന അക്കൗണ്ടുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു സാധാരണ വ്യക്തിക്കും നാളെ ഇത് സംഭവിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കാം. എന്താ കേസെന്ന് പറയുന്നത്? ഞാൻ 1998 ഡൽഹിയിലെത്തുമ്പോൾ ഞാൻ ആദ്യം റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്നുള്ളതാണ്. അന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാരാണെന്നറിയോ? സീതാറാം കേസരി ഒരു പപ്പറ്റ് പ്രസിഡന്റ് ആയിരുന്നു. എങ്ങനെയാണ് സീതാറാം കേസരി പ്രസിഡന്റ് ആകുന്നത്? നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നരസിംഹറാവു തന്നെയായിരുന്നു പാർട്ടി അധ്യക്ഷൻ. അന്ന് പാർട്ടിയിൽ ഒരു വലിയ കലാപം ഉണ്ടായി. എന്താണ്, 1 man 1 post എന്ന് പറഞ്ഞിട്ട് വലിയ കലാപം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? നരസിംഹറാവു അന്ന് ട്രഷററായിരുന്ന സീതാറാം കേസരി എടുത്ത് പ്രസിഡന്റാക്കി വെച്ചു. എന്ന് വെച്ചാൽ ഒരു പപ്പറ്റ് പ്രസിഡന്റ് റാവു എന്ന് പറയുന്നു, അത് നടപ്പാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടാണ് സോണിയാഗാന്ധി പിന്നീട് കോൺഗ്രസിൻ്റെ അധ്യക്ഷയാവുന്നത്. ഞാൻ പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. 26-27 വർഷങ്ങൾക്ക് മുമ്പ് കേസരി ട്രഷറായിരിക്കുമ്പോൾ ഒരു കേസെടുത്തുകൊണ്ട് വന്നിട്ട് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ഒരു പാർട്ടി മത്സരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സമയത്താണ് ഈ പൈസ എടുത്തുകൊണ്ട് പോകുന്നു. എക്സ്റ്റോർഷനിസമാണ് ഈ നടന്നിരിക്കുന്നത്, അല്ലാതെ വെറുതെ അങ്ങ് ഫ്രീസ് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട. നാളെ ഇതൊക്കെ നമുക്കും സംഭവിക്കാം എന്നുള്ളതാണ്. അതിനോട് ഒട്ടും തന്നെ ഗൗരവമില്ലാതെ പോകുന്നു നമ്മുടെ സമൂഹത്തിനെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ ഗ്രാൻഡ് പ്ലോട്ട് കൂടി ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. നോക്കൂ, കഴിഞ്ഞ 3-4 വർഷത്തിനകത്ത് ഇന്ത്യയിൽ വളർച്ച കാണിച്ച ഏക പാർട്ടിയായിട്ടോ ആം ആദ്മി പാർട്ടി.
ഏക പാർട്ടിയാണ്. 2020 അവർ 62 സീറ്റിൽ വിജയിക്കുന്നു, 8 സീറ്റ് BJPക്ക്, ആകെ 70 സീറ്റേ ഉള്ളൂ. 2015 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 3-4 സീറ്റ് കുറഞ്ഞു എന്ന് പറയാം. അപ്പോഴും 2019 ഈ പറയുന്ന നരേന്ദ്രമോദി പുൽവാമ ബാലാക്കോട്ട് വേവിന് ശേഷം ഏതാണ്ട് 3% വോട്ട് അവർ ഉയർത്തിയിരിക്കുകയാണ്. അവിടെ നിന്നില്ലല്ലോ ആം ആദ്മി പാർട്ടിയുടെ വളർച്ച. അവരത് കഴിഞ്ഞിട്ട് പഞ്ചാബിൽ വിജയിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് അവർ ഗോവയിൽ അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചില്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ, ആം ആദ്മി പാർട്ടിക്ക് ഗുജറാത്തിൽ 5 MLA-മാരുണ്ട്. 2022 നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 MLA-മാരാണ് ആം ആദ്മി പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞതെന്ന് മാത്രമല്ല 13% വോട്ടുണ്ട്. അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് വരാൻ പോകുന്ന ആം ആദ്മി പാർട്ടിയാണ്. ഗുജറാത്താണ് ആദ്യത്തെ ഇന്ത്യയിലെ ഹിന്ദു സ്റ്റേറ്റ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 26 സീറ്റും നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചതാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അവിടെ ഒരു എതിർ ശബ്ദവും അവർ ആഗ്രഹിക്കുന്നില്ല, അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പൊട്ടൻഷ്യൽ ത്രെട്ടിനെ അന്നിഹിലേറ്റ് ചെയ്യുക എന്നൊരു പൊളിറ്റിക്കൽ അജണ്ട ഇതിനകത്തുണ്ട്. ഏറ്റവും അവസാനം നടന്നത് ഗാന്ധിനഗറിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണ്. 44 സീറ്റ് അവിടെയുള്ളത്. 47 സീറ്റുണ്ട്. 44 സീറ്റ് BJP പിടിച്ചു, 2 സീറ്റ് കോൺഗ്രസിന്, 1 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക്. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ഇന്ന് മത്സരിക്കാൻ പോകുന്ന സീറ്റ് തീരുമാനമായി. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വലിയ ത്രെട്ടായിട്ട് അത് വരികയാണ്. അപ്പം ഈ സൂപ്പർ പവറുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ മറ്റന്നാൾ നടക്കാനിരിക്കുന്ന പ്രശ്നത്തെ ഇന്നില്ലാതാക്കും. ഇന്ന് ഫൈറ്റ് ചെയ്യും. മറ്റന്നാളാണ് അത് വരാൻ പോകുന്നത്, പക്ഷേ ഇന്ന് ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാനീ പറയുന്ന ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളാണ്. നിങ്ങളിപ്പോൾ നോക്കിയോ, അതിഷി മർലേന കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന കെജ്രിവാൾ ഈസ് നോട്ട് എൻ ഇൻഡിവിജ്വൽ, ഹീസ് ആൻ ഐഡിയോളജി എന്ന് പറയുന്നുണ്ട്. അയാളൊരു വ്യക്തിയല്ല, ഒരു ആശയമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. അപ്പം അതിനെ ഇല്ലാതാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഈ പറയുന്ന ദേശീയ പാർട്ടിയായിട്ട് വികസിച്ചു വന്നു ആം ആദ്മി പാർട്ടി. ഇപ്പോൾ ദേശീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്. അതായത് കോൺഗ്രസ് 3 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ഈ ആം ആദ്മി പാർട്ടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ BJP ആണ് ബാക്കി രാജ്യത്ത് എല്ലായിടത്തുള്ള പാർട്ടികൾ. ഈ ആം ആദ്മി പാർട്ടിയെ അതിൻ്റെ എന്താ പറയുക ഒരു ഫ്യൂച്ചർ കണ്ടുകൊണ്ട്, ഭാവി കണ്ടുകൊണ്ട് അനിഹിലേറ്റ് ചെയ്യേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ സിംഗിൾ പാർട്ടി റിപ്പബ്ലിക് എന്ന് പറയുന്നതാണ് BJPയുടെ അജണ്ട. ഒരു സംശയവും വേണ്ട. ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഏക പാർട്ടിയാണ് BJP. സിംഗിൾ പാർട്ടി റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യയെ മാറ്റണം, BJP ആയിരിക്കണം ഏക ദേശീയ പാർട്ടി. അതുകൊണ്ടാണ് അവർ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം ഇട്ടത്. ആദ്യം തന്നെ പറഞ്ഞത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക, ഇനി അതിൻ്റെ സാധ്യതകളുള്ള പാർട്ടികളെ, ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടികൾ, ഇപ്പം പല പാർട്ടികളും ദേശീയ പാർട്ടികളായി വികസിക്കാൻ ശ്രമിച്ചു. തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചു, പരാജയപ്പെട്ടു. TRS അതിൻ്റെ പേര് മാറ്റി BRS എന്നാക്കി. എന്നിട്ട് മഹാരാഷ്ട്രയിലൊക്കെ ഒന്ന് വികസിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക പാർട്ടികളെ മാനേജ് ചെയ്യാൻ BJPക്ക് അറിയാം. അവരൊന്നുകിൽ അതിനെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അതിനെ സ്വാളോ ചെയ്യും, അല്ലെങ്കിൽ അതവിടെ ഇങ്ങനെ നിലനിന്നു പോയാലും അതിനെ ത്രട്ടൺ ചെയ്തുകൊണ്ടിരിക്കും. ഈ രീതിയിൽ രാജ്യത്തെ വളർന്നു വരുന്ന പാർട്ടികളെ ഇല്ലാതാക്കിക്കൊണ്ടൊരു സിംഗിൾ പാർട്ടി റിപ്പബ്ലിക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് BJPക്കുള്ളത്. ഞാനിതിനൊരു ചെറിയ കാര്യമായിട്ട് കാണുന്നില്ല. ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിടിച്ചിട്ടകത്തിടുക അല്ല ചെയ്യുന്നത്. വരാനിരിക്കുന്ന ഒരു വലിയ ത്രെട്ടിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് BJPയുടെ ഒരു ഗ്രാൻഡ് പ്ലോട്ട് ഉണ്ട്. അത് BJP മാത്രം സിംഗിൾ പാർട്ടി റിപ്പബ്ലിക്കായി നിൽക്കുന്ന ഒരു ഇന്ത്യയാണ്. അവിടെ അവർ സാവധാനത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, മറ്റ് സാധ്യതകളുള്ള പാർട്ടികളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കും, ഓരോ പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങും. 1996 ഇന്ത്യയിൽ പ്രാദേശിക പാർട്ടികൾ ചേർന്നൊരു ഗവൺമെൻറ് ഉണ്ടാക്കി. JDU പ്രാദേശിക പാർട്ടിയാണ്, TDP പ്രാദേശിക പാർട്ടിയാണ്, DMK പ്രാദേശിക പാർട്ടിയാണ്. ആ രീതിയിൽ 56% മേൽ വോട്ടാണ് പ്രാദേശിക പാർട്ടികൾക്ക് ഇന്നിപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലുള്ളത്. അത് 2004 നമ്മൾ കണ്ടു, 2014 നമ്മൾ കണ്ടു, 2019 കണ്ടു. സോ ഈ പ്രാദേശിക പാർട്ടികൾ വളരാതിരിക്കുക, ഇനി വളരുകയാണെങ്കിൽ തന്നെ അവരുടെ ജോഗ്രഫിക്കകത്ത് മാത്രം നിൽക്കുക, അവരെ എപ്പോഴും ഭീഷണിയിലാക്കുക, ദേശീയ പാർട്ടികളായിട്ട് വികസിച്ചു വരുന്നവയെല്ലാം ഇല്ലായ്മ ചെയ്യുക, ഒരു സിംഗിൾ പാർട്ടി റിപ്പബ്ലിക് സ്ഥാപിക്കുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഇല്ലാതാക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു, ഇതൊരു ചെറിയ ത്രെട്ടല്ല. ബഹുപാർട്ടി സംവിധാനമുള്ളിടത്തെ ജനാധിപത്യം വികസിക്കൂ. അപ്പോൾ മാത്രമാണ് പൗരാവകാശം ഉണ്ടാവുക, പൗരാവകാശം സംരക്ഷിക്കപ്പെടുക. അപ്പോഴാണ് നല്ല ജനാധിപത്യം പുലരുക. ഇല്ല എങ്കിൽ ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതുപോലെ, എടുത്തുകൊണ്ട് പോയതുപോലെ, നാളെ നമ്മുടെ പോക്കറ്റിൽ നിന്നും ഈ പൈസ എടുത്തുകൊണ്ട് പോകാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു ഡിക്റ്റേറ്ററായിരുന്നു കൊണ്ട് ഒരു സിംഗിൾ പാർട്ടി റിപ്പബ്ലിക്കിൽ നമ്മളെ എല്ലാവരെയും അച്ചടക്കത്തോടെ ജീവിക്കാൻ, ഞാൻ ആ അച്ചടക്കം എന്ന് പറയുന്നൊരു കോട്ടിലാണ് കേട്ടോ, അങ്ങനെ അച്ചടക്കത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു സംവിധാനമാക്കി ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ മാറ്റാനുള്ള വലിയൊരു ഗ്രാൻഡ് പ്ലോട്ടിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അവിടെ ഇട്ടതുകൊണ്ട് 2 സീറ്റ് കുറയുന്നെങ്കിൽ പ്രശ്നമല്ലെന്നേ. മറ്റന്നാളത്തെ യുദ്ധം ഇന്ന് BJP ഫൈറ്റ് ചെയ്യുക. അതിനെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആശങ്കാകരമാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ സ്ഥിതി. ശരി, ആശങ്കപ്പെടുത്തുന്നതാണ്. ജനം ആ രൂപത്തിൽ അത് മനസ്സിലാക്കും. ജനം മനസ്സിലാക്കുന്നതിലപ്പുറം മറ്റൊരു വഴിയും പ്രതിപക്ഷത്തിന് മുന്നിലുമില്ല. സ്മൃതി, നോക്കൂ, ഇപ്പോൾ പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ പ്രതിപക്ഷം പൂർണ്ണ മനസ്സോടുകൂടി തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ടോ? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഒരു ഫ്രെയിം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
ദില്ലിയിൽ അവർ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്, പഞ്ചാബിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഒന്ന് പരസ്യമായി രംഗത്തിറങ്ങാനുള്ള ഒരു വൈമനസ്യം എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ മുഖഭാവങ്ങളിലും അവരുടെയൊക്കെ ഇടപെടലുകളിലും നമ്മൾ കാണുകയാണ്. ഞാൻ ഈ ഒരു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇന്ത്യ ബ്ലോക്കിന് വലിയ നിലയിൽ ഊർജം നൽകുമെന്ന് വിശ്വസിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും ആ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. പക്ഷേ ആ നിലയിൽ യഥാർത്ഥത്തിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ? ഇനി ഈ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ ഇടതു പാർട്ടികളോ ഒക്കെ തന്നെയും പരസ്യമായി നടുറോട്ടിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് മാത്രം ഈ വിഷയത്തിൽ ധാർമ്മികമായ വിജയം നേടാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയുമോ? നമുക്ക് ഇവിടെ എന്താ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയാത്തത്? അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയാതെ ജയിലിൽ നിന്ന് ഭരിക്കാൻ സാധിക്കുമോ? 2012 മുതൽ 2014 വരെ ഈ രാജ്യത്തോട് ഈ അരവിന്ദ് കെജ്രിവാളും സംഘവും പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അഴിമതിക്കെതിരെ എല്ലാ അധികാരവുമുള്ള അന്വേഷണ ഏജൻസിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവർ പടപൊരുതിയിട്ടുള്ളത്. നോക്കൂ, ഇനിയിപ്പോൾ അന്ന് അവർ പറഞ്ഞ ഈ ലോക്പാൽ പോലുള്ള ഒരു ഏജൻസി ആണെങ്കിൽ തന്നെ അതിനെയും സർക്കാരിൻ്റെ നോമിനി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൂടി നോമിനി ആയിരിക്കും. അങ്ങനെ ഒരു ഏജൻസി ഈ നിലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന് അത് എതിർത്ത് പറയാൻ കഴിയുമോ? ആ അന്വേഷണവുമായി ഞാൻ സഹകരിക്കാമെന്നല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അന്ന് മോബോക്രസിയാണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സാമ്പ്രദായികമായിട്ടുള്ള സർക്കാരിനെതിരായി ഇവരൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് സർക്കാരിൻ്റെ അധികാരമാണ് തിരികെ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിക്കെതിരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആശങ്ക അവിടെയൊന്നുമല്ല. എൻ്റെ ആശങ്ക എന്ന് പറയുന്നത് അന്ന് അവർ പറഞ്ഞ വാക്കിൽ അവർക്ക് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും തുടരാനാകുമോ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരാൾക്ക് ദില്ലിയിൽ ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരിക്കാനാവുക എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു നമ്മുടെ സെന്തിൽ ബാലാജി കേസിൽ സുപ്രീം കോടതി ഒരു മന്ത്രി ഏതെങ്കിലും ഒരു ആരോപണത്തിന്മേൽ ജയിലിൽ കഴിയേണ്ടി വന്നാൽ എങ്ങനെ ആയിരിക്കണം കാര്യങ്ങളെന്നത് സംബന്ധിച്ച് തമിഴ്നാട് ഹൈക്കോടതി വിധി പറഞ്ഞത്. അതിനകത്ത് പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യാനുള്ള ബേസിക് നോംസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഗുഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രസ്റ്റ് എന്നുള്ളതാണ്. ഒരാൾക്ക് നോക്കൂ, ഒരു മുഖ്യമന്ത്രിക്ക് ജയിലിൽ കിടന്നുകൊണ്ട് ചീഫ് സെക്രട്ടറിയെ വിളിക്കാൻ കഴിയുമോ? ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ കഴിയുമോ? പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു ആശയവിനിമയം സാധ്യമാവുമോ? അങ്ങനെ ആകാതെ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ത് ചെയ്യുന്നു? ജയിലിൽ ഇരുന്ന് ഭരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ കൊടും ഭീകരന്മാരും കള്ളന്മാരും, അതായത് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരിൽ അഴിമതിക്കാരുണ്ടാവുമല്ലോ, അവർ ഈ കീഴ്വഴക്കല്ലേ എടുക്കുക. അങ്ങനെ ഒരു കീഴ്വഴക്കമാണോ യഥാർത്ഥത്തിൽ 2012 മുതൽ 2014 വരെ ഇവരുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണ കാലഘട്ടത്തിൽ ഇവർ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ആയിരുന്നില്ല. നോക്കൂ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഉടനെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ജയിലിൽ പോകുമ്പോഴേക്കും ആം ആദ്മി പാർട്ടി ആലോചിക്കുന്നത് എന്താണെന്നറിയാമോ? സുനിത കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കാൻ. അപ്പോൾ ഞാനും എൻ്റെ തട്ടാനും ഭാര്യയല്ലാതെ അവർക്ക് വേറെ ഒരാളില്ലേ? അപ്പോൾ ഈ തരത്തിൽ നോക്കുക, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ ചുരുക്കത്തിൽ ഞാനത് പറഞ്ഞ് പൂർത്തിയാക്കാം. ഈ വലിയ റാലി സംഘടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ, ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ രാജ്യത്തിന് മുമ്പിൽ വെക്കാനുള്ള മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ വലിയ റാലികൾ സംഘടിപ്പിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ്. ഞാൻ അവിടെ നിർത്താം. ശരി, നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് ഡോക്ടർ അരുൺ. സ്മൃതി, ഇപ്പം ഞാൻ ആ 5ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക കാണുകയായിരുന്നു. BJPയുടെ ആ ലിസ്റ്റിൽ അരുൺ ഗോവിൽ മത്സരിക്കുന്നുണ്ട് മീററ്റിൽ നിന്ന്. അരുൺ ഗോവിൽ പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ തന്നെ രാമായണത്തിലെ ശ്രീരാമനായി വേഷമിട്ട കഥാപാത്രമാണ് മീററ്റിൽ നിന്ന് മത്സരിക്കുന്നത്. അപ്പോൾ രാമക്ഷേത്രം തിരഞ്ഞെടുപ്പിലൊരു ക്യാമ്പയിനാണ്. അവിടെ മത്സരിക്കാൻ വേണ്ടി രാമനെ തന്നെ രംഗത്തിറക്കുന്നു. ശ്രീരാമ കഥാപാത്രമായി വേഷമാടിയ ആളും കഥാപാത്രമായി സ്ഥാനാർത്ഥിയെ രംഗത്ത് വരുന്നു എന്നുണ്ട്. നമുക്കിനി വിഷയത്തിലേക്ക് വന്നാൽ, ഈ 31-ാം തീയതി നടക്കുന്ന മഹാറാലി വലിയ രീതിയിലൊരു പ്രതീതി ജനിപ്പിക്കും. ഒരു പ്രതിപക്ഷത്തിന് ഐക്യമുണ്ട് എന്നൊരു പ്രതീതി ജനിപ്പിക്കുമെങ്കിലും ഇപ്പോഴും ഞാൻ നേരത്തെ തന്നെ പറയാറുള്ളത് പോലെ അരിത്തമാറ്റിക്സിൽ വളരെ ക്ലിയർ ആണെങ്കിലും
രാഷ്ട്രീയ രസതന്ത്രം ഇപ്പോഴും കൃത്യമായി വർക്കൗട്ട് ചെയ്യാത്ത ഒരു പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ഇപ്പോഴും നോക്കൂ, ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നായി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഒരു മദ്യനയ അഴിമതി കേസ് എന്ന രീതിയിൽ. പക്ഷേ എന്തു ചർച്ച ചെയ്യുന്നില്ല എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. അതിലൊരെണ്ണം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ ടേക്കണവേ എന്നല്ല നമ്മൾ പറയേണ്ടത്, ലൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയണം. രാജ്യത്ത് 20% വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പാർട്ടിക്ക് രാജ്യത്ത് 11,50,00,000 ആളുകൾ 2019 വോട്ട് രേഖപ്പെടുത്തിയ ഒരു പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് 45 ദിവസം IT റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകിയതിൻ്റെ പേരിൽ 65 കോടി അടിച്ചുകൊണ്ടുപോയ ഒരു ഭരണ സംവിധാനമുള്ളൊരു നാടാണിത് എന്നതുകൂടി നമ്മൾ ഓർമ്മിക്കണം. ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയത്തിൽ ഈ പ്രതിപക്ഷത്ത് ഒത്തുചേർന്നിരിക്കുന്ന മുന്നണികളിലെ സഖ്യകക്ഷികൾക്ക് ഒരു യോജിപ്പുമില്ല എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളെ തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾക്ക് വിളിച്ചാൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ അവർക്ക് പ്രതികരിക്കാനേ കഴിയുന്നില്ല. കാരണം BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയ റീജിയണൽ പാർട്ടികളിലൊന്ന് തൃണമൂൽ കോൺഗ്രസ് ആണ്. DMK ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയത്തിൽ മിണ്ടുന്നതേയില്ല. സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയത് DMK ആണ്. ബിജു ജനതാദളിനും അതിൽ പ്രതികരണമില്ല. എന്ന് പറഞ്ഞാൽ ആരാണോ മഹാറാലിയിൽ പങ്കെടുക്കാൻ പോകുന്നത് അവർ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർത്തി കാണിക്കേണ്ട ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിന് പോലും ഒരു പരിധിക്കും അപ്പുറത്തേക്ക് BJP ആക്രമിക്കാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ 2024 തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ബോഫോഴ്സിനേക്കാൾ കൂടുതൽ ശക്തമായ രീതിയിൽ 2G സ്പെക്ട്രത്തെക്കാൾ കൂടുതൽ ശക്തമായ രീതിയിൽ വീണ് കിട്ടിയിരുന്ന ഒരു പ്രതിഷേധ വിഷയത്തെ ഉൾക്കൊള്ളുവാനോ അതിന് ഒരുമിച്ച് നിൽക്കാനോ കഴിയാത്ത പ്രതിപക്ഷ സഖ്യമാണ് ഈ 31-ാം തീയതി ഒരു വലിയ റാലിയുമായി എത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു പ്രതീതി ജനിപ്പിക്കുമെങ്കിലും ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ രസതന്ത്രം ഈ ഇന്ത്യ മുന്നണിയിൽ ശക്തമാകുന്നില്ല. ഞാനൊരു പോയിന്റ് കൂടി പറഞ്ഞ് തൽക്കാലം ആദ്യഘട്ടത്തിൽ എൻ്റെ വാദം അവസാനിപ്പിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാ കക്ഷികൾക്കും മത്സരിക്കാവുന്ന ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു സമതലത്തിലുള്ളൊരു മൈതാനമാണ്. എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാൻ കഴിയുന്ന ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡായിരിക്കണം. ഒരു ഈക്വൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിൽ പണം കൊണ്ടും മീഡിയ പവർ കൊണ്ടും ശക്തമായ പൊസിഷനിലാണ് BJP എന്നുള്ളത്. 22 കോടി വോട്ടർമാർ BJPക്ക് 2019 ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് 44 കോടി വോട്ടർമാരായി മാറ്റണമെന്നുള്ളതാണ്. 11.5 കോടി വോട്ടർമാർ മാത്രമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2019 കണക്ക് പ്രകാരം അവർക്ക് ഒരു വോട്ടറെ കൂടി ചേർക്കാൻ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ 2 രൂപ എടുത്ത് ഒരു ചായ കൊടുക്കാൻ പോലും, അല്ലെങ്കിൽ 6-7 രൂപ എടുക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അക്കൗണ്ടുകൾ ലൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു ഭാഗത്ത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിനെ നശിപ്പിച്ചിരിക്കുന്നു. മറുഭാഗത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണ മെഷീനറിയുമായി അവർ നേരത്തെ തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ED പോലെയുള്ള മെഷീനറികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ 2 മുഖ്യമന്ത്രിമാരെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അകത്താക്കിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ മുഖ്യമന്ത്രിമാരിലേക്കും മന്ത്രിമാരിലേക്കും നേതാക്കളിലേക്കും അന്വേഷണം എത്തും. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി നേതാവിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കീർണമായ പ്രശ്നം. അത് നിർഭാഗ്യവശാൽ ഈ മുന്നണികൾക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. ഇത് കേവലം ഒരു അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടിരിക്കുന്ന വിഷയത്തിലുള്ള പ്രതിഷേധമായി മാറിയാൽ അത് എത്രമാത്രം BJPക്ക് എതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധമായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഷയം ഇതിനകം തന്നെ സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ അവർക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇലക്ട്രൽ ബോണ്ട് വിഷയമാണ്. ആ ഇലക്ട്രൽ ബോണ്ട് വിഷയം എത്രമാത്രം ചർച്ച ചെയ്യുന്നോ അത്രമാത്രം പ്രതിരോധത്തിലാവുന്നത് BJP ആണ്. നിർഭാഗ്യവശാൽ ഈ പ്രതിപക്ഷ കക്ഷികൾ അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലൂന്നിയുള്ള ശക്തമായ പ്രതിരോധത്തിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരം കൂടിയാണ്. അതുകൊണ്ട് ഈ 31-ാം തീയതി നടക്കാൻ പോകുന്ന വലിയ റാലി ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു റാലിയാണ് എങ്കിൽ പോലും ആ ആക്ച്വൽ രസതന്ത്രം വർക്കൗട്ട് ചെയ്യാത്തൊരു റാലി ആയിരിക്കും എന്നതാണ് എൻ്റെ ടേക്ക്. ശരി, പ്രതിപക്ഷം തെരുവിലേക്കാണ്. ആ തെരുവിലേക്കുള്ള പ്രതിഷേധം അത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. രാംലീല മൈതാനത്ത് അത് ബഹുജന റാലിയാക്കും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ ആപ്പിൻ്റെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ടൊരു പ്രതികരണം നടത്തിയില്ല എന്ന് പറയുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി കേജ്രിവാളിനെ വിളിച്ചതായിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു, നിയമസഹായം നൽകുന്നു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അതുകൂടാതെ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചു. മാത്രമല്ല പ്രതിപക്ഷ നേതാക്കൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോയി കാണുകയുണ്ടായി.
നിയമപരമായ സാധ്യതകളും തേടുകയാണ്, കോടതിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ മാത്രമല്ല, ഇനി ഏതൊക്കെ നേതാക്കളിലേക്ക് വരുന്നു എന്നൊരു ആശങ്ക സ്വാഭാവികമായും പ്രതിപക്ഷത്തിനുണ്ട്. അതിനുള്ള സൂചനകൾ ഇതിനകം തന്നെ BJP നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം സംസ്ഥാനങ്ങളിലേക്ക് ആപ്പ് വളർന്നു, ആ വളർച്ച മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ വളരെ വേഗത്തിൽ രൂപീകരിക്കപ്പെട്ട ശേഷം വളരെ വേഗത്തിൽ വളർച്ച പ്രാപിച്ച ഒരു പാർട്ടിയാണ്. അതൊരു സംസ്ഥാനത്തിൽ ഒതുങ്ങി നിന്നിട്ടില്ല. ഗോവയിലേക്കും പഞ്ചാബിലേക്കും അതുകൂടാതെ BJPയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലേക്കും എത്തി എന്നുള്ളത് ഗുജറാത്ത് ഒരു BJP ഒരു ത്രെട്ടായി തന്നെ കാണുകയാണ്. ഈ സംസ്ഥാനങ്ങളിലൊക്കെയായി 160 MLA-മാരാണ് എന്നുള്ളത് ചെറിയ കണക്കല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ശക്തമായ പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ളത് ഏക സംസ്ഥാനങ്ങളിൽ ഒതുങ്ങുന്ന പാർട്ടികളായിരിക്കാം. തൃണമൂൽ പോലുള്ള പാർട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ആ രൂപത്തിൽ വളർന്നിട്ടില്ല എന്നുള്ളതും നേരെ ആപ്പിലേക്ക് തിരിഞ്ഞുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നോക്കൂ, കേജ്രിവാൾ മാത്രമല്ല, ഇപ്പോൾ ഭഗവത് മാനിലേക്കും പോകാൻ പോകുന്നു. പഞ്ചാബ് സർക്കാരും മദ്യനയം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന പരാതി ഇപ്പോൾ ED-യിലേക്ക് പോവുകയാണ് അവിടുത്തെ BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന്. മാത്രമല്ല, കൂടുതൽ പ്രതിപക്ഷ നേതാക്കളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോകുമെന്നുള്ള സൂചനകളുണ്ട്. ഇപ്പോൾ CBI മഹുവ മൊയ്ത്രയെ വേട്ടയാടുന്നു എന്നുള്ള കാര്യം അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ പരാതി നൽകിയിരിക്കുകയാണ്. ആ രൂപത്തിൽ ഓരോരോ നേതാക്കളിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നു. ഇത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ജനങ്ങളുടെ കയ്യിലാണ് ഇതിലുള്ളത്. പണം കൊണ്ട് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാൻ ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കില്ല. ആ രൂപത്തിൽ വരിഞ്ഞു മുറുക്കുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസിനെ സംബന്ധിച്ചൊക്കെയുണ്ട്. അപ്പോൾ ജനം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക, ഓരോ കാര്യം സസൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ള മാത്രമാണ് മുന്നിലേക്ക് വയ്ക്കാനുള്ള ഒരു കാര്യം. ഇതിൽ തന്നെ നമ്മൾ ഇവിടെ പറയുന്നത് പോലെയല്ല, അങ്ങ് ഡൽഹിയിൽ ഉള്ള ഹിന്ദി മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ എങ്ങനെയാണ് വാർത്തയെ ട്വിസ്റ്റ് ചെയ്യുന്നതെന്നും ഏതൊക്കെ വാർത്തകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഏതൊക്കെ വാർത്തകൾ തമസ്കരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. എത്രത്തോളം ജനങ്ങളിലേക്ക് അത് എത്തുന്നു എന്നറിയില്ല. പ്രതിപക്ഷം ആ രൂപത്തിൽ ജനങ്ങളിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട് എന്നതും പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുകയാണ്. കേജ്രിവാളിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ജയിലിൽ നിന്ന് ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ, ജയിലിൽ ഇപ്പോൾ കിടക്കുന്നത് തന്നെ അവിടെ കൊണ്ട് കിടത്തിയതാണ്, താൻ തെറ്റ് ചെയ്തിട്ടല്ല എന്നുള്ളത് തന്നെയാണല്ലോ കേജ്രിവാൾ പറയുന്നത്. ആപ്പിനെ സംബന്ധിച്ചും ആ ന്യായമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ജനങ്ങളുടെ പാർട്ടി എന്ന രൂപത്തിൽ അവർ ആ സർക്കാർ തന്നെ ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ആ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജലബോർഡുമായി ബന്ധപ്പെട്ട് വേനൽക്കാലത്ത് ജനത്തിന് വെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ഉത്തരവാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് കേജ്രിവാൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ജയിലിൽ നിന്ന് ഭരിക്കുമെന്ന് ആപ്പ് പറയുന്നു. നിയമപരമായി അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ചില നിയമവിദഗ്ധരെങ്കിലും പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവിടേക്ക് എത്രത്തോളം സന്ദർശകരെ അനുവദിക്കും, അങ്ങനെ 2 സന്ദർശകർ മാത്രം എന്ന രൂപത്തിൽ ആഴ്ചയിൽ 2 തവണ മാത്രം സന്ദർശകർക്ക് വരാം എന്നൊക്കെയുള്ള തീരുമാനം വരുമ്പോൾ എങ്ങനെ ഭരിക്കാനാകും എന്നുള്ളൊക്കെയുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. അതേസമയം അതിനുള്ള സാധ്യതകൾ ആപ്പ് തേടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ നേരത്തെ 2 നേതാക്കളെ, ആപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ, മന്ത്രിമാരെ തന്നെ ജയിലിലിട്ടിരിക്കുന്നു. കേജ്രിവാളിന് ഉടനെ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുകൂടി നിയമവിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യം ജനം മുന്നിൽ കാണുന്നുണ്ട്. പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ, പുതിയ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ജനം എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, ഒരു പ്രതിപക്ഷ പാർട്ടിയിൽ മാത്രം ഒതുങ്ങില്ല, ഓരോ ജനങ്ങളിലേക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ സ്വരമുയർത്തുന്നവരിലേക്കൊക്കെ എത്തുമെന്നുള്ളൊരു ആശങ്ക അവിടെ നിൽക്കുമ്പോൾ അത് ആ രൂപത്തിൽ ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ മാറ്റം ഉണ്ടാകൂ എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പം ഡോക്ടർ അരുൺ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ അരുണിനോട് വിയോജിക്കുകയല്ല. അരുണിൻ്റെ ഒരു ജെന്യൂനായ ആശങ്കയാണ്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ വിഷയങ്ങൾ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒറ്റക്കെട്ടായി നടത്തുന്നതിനകത്തൊരു കെമിസ്ട്രി ഇന്ത്യ ബ്ലോക്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആശങ്കയുണ്ട്. ആ ആശങ്ക ജെന്യൂനാണ്. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് വേറൊരു വീക്ഷണത്തിൽ കൂടെയാണ്. അതായത് നോക്കൂ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട 12 സ്റ്റേറ്റുകൾ ഇന്ത്യയിലുണ്ട്. 12 സ്റ്റേറ്റുകൾ. ആ 12 സ്റ്റേറ്റുകളിലും കൂടി 369 സീറ്റുകളുണ്ട്. ഈ 369 സീറ്റുകളിൽ ഫൈറ്റ് ചെയ്യുന്നത് റീജിയണൽ പാർട്ടീസാണ്. അപ്പോൾ നമ്മൾ തെക്കേ ഇന്ത്യ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം. ഇപ്പോൾ DMK അങ്ങനെ എടുക്കാമല്ലോ. DMK ഫൈറ്റ് ചെയ്യുന്നു, RJD ഫൈറ്റ് ചെയ്യുന്നു, തൃണമൂൽ കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുന്നു, SP ഫൈറ്റ് ചെയ്യുന്നു, NCP ഫൈറ്റ് ചെയ്യുന്നു, ശിവസേന ഫൈറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ BJPയെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനേക്കാൾ നന്നായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രാദേശിക പാർട്ടികളാണ്. അവർക്ക് 369 സീറ്റുകളിൽ സ്വാധീനമുണ്ട്.
കോൺഗ്രസും BJPയുമായിട്ട് ഏതാണ്ട് 200 സീറ്റുകളിലാണ് ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് അവരുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവുമാണ്. 16 സീറ്റും കണ്ടാണ് ജയിച്ചിട്ടുള്ളത്. 8% അവരുടെ സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ സ്വാഭാവികമായും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത കോൺഗ്രസിനാണ്. കോൺഗ്രസ് അത് ഇമ്പ്രൂവ് ചെയ്യുക തന്നെ വേണം. എന്നാൽ നോക്കൂ, ശിവസേനയും NCPയും കോൺഗ്രസും കൂടി ഒരു സീറ്റ് ഷെയറിംഗ് നടന്നതിന് ശേഷം പിന്നെ ആ ടെറിട്ടറിയിൽ ശിവസേനയും NCPയാണ് യഥാർത്ഥത്തിൽ വലിയ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് BJPയെ. അവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള റോള് മാത്രമാണ്. അതായത് ഈ ഭാഗത്തുള്ള വോട്ട് ചോർച്ച ഒഴിവാക്കുക എന്ന റോളെ കോൺഗ്രസിന് അവിടെ നിർവഹിക്കാനുള്ളൂ. സ്വാഭാവികമായിട്ടും ഇപ്പം ബീഹാർ എടുത്തു കഴിഞ്ഞാൽ ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി RJD തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് BJPയെ ഫൈറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനേക്കാൾ നന്നായി അവിടെ ഫൈറ്റ് ചെയ്യുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ്. CPIMലും CPIMും ഒക്കെയാണ് അവിടെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അവിടെയും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ DMKയുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഈ രീതിയിൽ ഓരോ സ്ഥലത്തും യഥാർത്ഥത്തിൽ ആ പ്രാദേശിക പാർട്ടികളാണ് ഈ BJP അതിശക്തമായി ഫൈറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ 369 സീറ്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പലപ്പോഴും പ്രചാരണം നടത്തുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വിഷയം, CAയുടെ വിഷയമൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് പ്രചാരണം നടത്തുന്നില്ല എന്ന് പറയുന്നത് ജെന്യൂനായ ആശങ്കയാണ്. അത് വലിയ ഇഷ്യൂവുമാണ്. എങ്കിൽ കൂടിയും ഞാൻ പോസിറ്റീവായി കാണുന്നത് ഈ പറയുന്ന സീറ്റ് ഷെയറിങ്ങിൽ ഇന്ത്യ ബ്ലോക്ക് എത്തിച്ചേർന്ന ഒരു പ്രധാനപ്പെട്ട അതൊരു വലിയ കടമ്പയായിരുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കാര്യം എടുത്തോളൂ. അവർ ഡൽഹിയിലും പിന്നെ ഗുജറാത്തിലുമൊക്കെ ധാരണയിലെത്തിയല്ലോ. പഞ്ചാബിൽ അവർ അങ്ങനെ അല്ല എന്നും പറയുന്നു. ഈ ആകപ്പാടൊരു ബ്ലോക്കായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നത്, ഒരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നത് ഉത്തർപ്രദേശും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളുമാണ്. ഉത്തർപ്രദേശിൽ ഒരു ഫോർമിഡബിൾ അലയൻസ് ഉണ്ടാക്കുന്നതിനകത്ത് ഇന്ത്യ ബ്ലോക്കിന് കഴിഞ്ഞിട്ടില്ല. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് ധാരണയുണ്ടായിരിക്കുന്നത്. ആ സ്ഥലത്തേക്ക് BSP കൂടി വന്നിരുന്നുവെങ്കിൽ ഈ പറയുന്ന വേറൊരു വലിയ റിസൾട്ട് അവിടെ മാറുമായിരുന്നു. പിന്നെ ഈ CAA പോലുള്ള വിഷയം കേട്ടോ, ഇത് നിങ്ങൾ ഉയർത്തിയില്ലെങ്കിലും അതൊരു അണ്ടർ കറൻ്റ് ആയിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഈ ബീഫിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള നിരോധനവുമായി ബന്ധപ്പെട്ട മോബ് ലിഞ്ചിങ്, CAA, യൂണിഫോം സിവിൽ കോഡ്, അയോധ്യ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം, ചെങ്കോൽ സ്ഥാപിച്ചത്, ഇത്തരത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒരു അണ്ടർ കറൻ്റായിട്ട് നിൽക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാതെ വോട്ടർമാർക്ക് മനസ്സിലാവും. ഇന്ത്യൻ വോട്ടേഴ്സ് വളരെ സെൻസിബിളാണ്. ചില ഘട്ടങ്ങളിൽ അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലും അവരത് ചരിത്രത്തിൽ തിരുത്തലുകളും വരുത്തിയിട്ടുള്ളതുകൊണ്ട് നമുക്കത് പ്രതീക്ഷയോടുകൂടി കാണാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സന്ദർഭങ്ങളുണ്ടാകും. ഇലക്ട്രൽ ബോണ്ടൊക്കെ നന്നായി വിശദീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതല്ലാതെ തന്നെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഉദാഹരണത്തിന് വളരെ പെട്ടെന്ന് ഞാൻ നിർത്തിയേക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ പ്രശ്നം, വിലക്കയറ്റം എന്ന് പറഞ്ഞ പ്രശ്നം. നമ്മളൊരു 3 മാസം മുമ്പ് 140 രൂപയ്ക്ക് തക്കാളിക്കാൻ വാങ്ങിച്ച ജനങ്ങളാണ്. 140 രൂപയായിരുന്നു മാർക്കറ്റിൽ തക്കാളി എന്ന് പറയുന്നത്. തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണെന്നേ. നമ്മളിപ്പോൾ ഇരിക്കുമ്പോഴും കർഷകർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസം 30 കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിയാലിറ്റി ഇതൊക്കെ അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അത് ആ സമയത്തൊക്കെ വലിയ മാറ്റങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്, അരുൺ പറഞ്ഞ പ്രശ്നം ജെന്യൂൻ ആയിരിക്കുമ്പോൾ തന്നെയും ഈ 369, 370 സീറ്റുകളിൽ പ്രാദേശിക പാർട്ടികൾ BJPയെ പ്രാദേശികമായി തന്നെ എതിർക്കും. ആ എതിർപ്പെന്ന് പറയുന്ന അത്ര വേഗത്തിൽ BJPക്ക് മറികടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 400 സീറ്റ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കി ആളുകളുടെ കണ്ണ് കെട്ടാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ അങ്കലാപ്പിലും അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള എന്തും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് BJP പോയിരിക്കുന്നത്. നമുക്ക് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് ലഭ്യമായിട്ടുള്ള 303 സീറ്റുകൾ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അവരുടെ സംഘടനാ ശേഷിക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള പരമാവധി സീറ്റാണ്. 303 സീറ്റ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ 2024 BJPക്ക് കടക്കാൻ കഴിയില്ല. നോക്കൂ, ഈ 273-ഉം 303-ഉം തമ്മിലുള്ള വ്യത്യാസം സ്മൃതി 30 സീറ്റുകളാണ്. ഈ 30 സീറ്റുകളിൽ ഫലം BJPക്ക് എതിരായാൽ അപ്പോൾ നമുക്ക് സ്വാഭാവികമായ ചോദ്യം വരും, അപ്പോൾ NDA ഉണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റ് കക്ഷികളെ സ്വാഭാവികമായി ചാക്കിട്ട് പിടിക്കാലോ. അങ്ങനെ ആകുമ്പോൾ നരേന്ദ്രമോദി അവിടെ ഇല്ല. കേവല ഭൂരിപക്ഷമില്ലാതെ ഒരു ഏകാധിപത്യ സ്വഭാവം ഉള്ള നരേന്ദ്രമോദിക്ക് ഭരിക്കാനാകില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അവിടെ JP നഡ്ഡയോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയോ ഒക്കെ ആളുകൾ വരുമെന്നുള്ളതാണ്. ഒരു തത്രപ്പാടാണ് യഥാർത്ഥത്തിൽ BJP കളിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 303 സീറ്റിൽ നിന്ന് 273 അല്ലെങ്കിൽ അതിൽ താഴേക്ക് താഴാനുള്ള സാധ്യത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയുന്നുണ്ടോ എന്ന ആശങ്ക BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ലാസ്റ്റ് മിനിറ്റ് അറസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെ ഒഴിവാക്കി നിർത്തണമെന്ന്. നോക്കൂ, BJPയെ നിങ്ങൾക്ക് പ്രതിരോധിക്കണമെങ്കിൽ BJPയെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ രാഷ്ട്രീയം ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള
നിങ്ങൾക്ക് BJP-യെ പ്രതിരോധിക്കാൻ അങ്ങേറ്റം ജനാധിപത്യവാദികളായേ തീരൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു സംഘടനാ സംവിധാനം ഇല്ലെന്നേ അവർക്ക്. അവരുടെ ജനറൽ സെക്രട്ടറി ആരാണെന്ന് നമുക്കറിയില്ല, അവരുടെ ട്രഷറർ ആരാണെന്ന് നമുക്കറിയില്ല, അതിന് ഏതെങ്കിലും തരത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടോ കാര്യങ്ങൾ തീരുമാനിക്കാനെന്ന് അറിയില്ല. അവിടെ ഉള്ളത് എന്താണ്? അവിടെ ഒരു അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയുടെ ചെവിയിൽ പിറുപിറുക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടപ്പാകുന്നത്. ഇപ്പോൾ പോലും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വലിയ ഇതിഹാസ തുല്യനായ മനുഷ്യനാണ്. കാരണം ഒരു എന്താ പറയുക, ഒരു വാൽനക്ഷത്രം പോലെ ഉയർന്നു വന്നിട്ടുള്ള നേതാവാണ് അല്ലേ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത്. 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായിട്ടുള്ള മറ്റൊരു സംവിധാനമില്ല. അങ്ങനെ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഇപ്പോൾ ജയിലിൽ പോകേണ്ടി വന്നപ്പോൾ ഭാര്യയുടെ പേരാലോചിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വലിയ പരിമിതിയാണെന്നേ. മാത്രമല്ല അവരുടെ കാര്യത്തിനകത്ത് ഈ പറയുന്ന സംഘടനാ സംവിധാനമില്ലാതെ ഈ പറയുന്ന അവർക്ക് മനീഷ് സിസോദിയൊക്കെ അപ്പുറത്തൊക്കെ വേറൊരാളെ ചിന്തിക്കാനാകുന്നില്ല എന്നുള്ളത് വലിയ പരിമിതിയാണ്. അത് ഇന്നത്തെ നിലയിൽ ഈ പറയുന്ന യഥാർത്ഥത്തിൽ ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യക്ഷ സമരം. അതും അടുത്ത ഞായറാഴ്ചയാണ് പിന്നെ ഇവർ റാലി സംഘടിപ്പിക്കാൻ പോകും. അടുത്ത ഞായറാഴ്ച ആകുമ്പോഴേക്കും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എത്ര വെള്ളം ഗംഗയിലൂടെ ഒഴുകിപ്പോകും. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഡോക്ടർ അരുൺ, നമുക്ക് ചുരുക്കി വേഗം പറയാം. ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ വോട്ടർമാരെ കുറിച്ച് പറയുമ്പോൾ അവർ വളരെ സെൻസിബിളാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ അവർ പൊളിറ്റിക്കലി വളരെ പോസസീവുമാണ്. പൊളിറ്റിക്കലി പോസസീവാണെന്ന് പറയുന്നൊരു കാര്യം, അടിയന്തരാവസ്ഥയ്ക്കെതിരെ അവർ വോട്ട് ചെയ്യും, പക്ഷേ 2 വർഷം കഴിയുമ്പോൾ അതേ സർക്കാരിനെ തിരിച്ച് വീണ്ടും അധികാരത്തിലെത്തിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഈ പറഞ്ഞ റീജിയണൽ സത്രപ്സ് ഉള്ള എല്ലാ മേഖലകളിലും പാർട്ടികൾ കഴിഞ്ഞ തവണ വിജയിച്ചത് നേരിട്ട് BJP-യുമായി ഏറ്റുമുട്ടിയിട്ടില്ല. അവർക്കൊക്കെ അവിടെ പരസ്പരം ഏറ്റുമുട്ടാൻ റീജിയണലായിട്ടുള്ള എതിരാളികളും ഉണ്ടായിരുന്നു. ആ എതിരാളികളുടെ കാര്യത്തിലാണ് BJP അപ്രസക്തമായി പോകുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തമിഴ്നാടിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? ഒരു BJP-ക്കെതിരെ ഒരു നരേറ്റീവ് രൂപപ്പെടുത്താൻ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ത്യ മുഴുവൻ തരംഗമായി മാറുന്നൊരു ട്രെൻഡായിട്ട് മാറുന്നൊരു ആൻറ്റി മോഡി ഫീലിംഗ് എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനും അപ്പുറത്തേക്ക് ജനങ്ങളെ സ്പർശിക്കുന്ന രീതിയിൽ അത് കൊണ്ടുവരാൻ സാധ്യമാണോ? ഇവിടെയാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു ടാക്ടിക്സ് ഉള്ളത്. അവിടെ ഞാൻ യോജിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്തെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടി എന്തുകൊണ്ടാണ് BJP ഭയക്കുന്നത്? ഗുജറാത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൽ CPM ഇത്ര ശക്തമല്ലാതിരുന്നെങ്കിൽ കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു സാധ്യതയുണ്ടാകുമായിരുന്നു എന്ന് പോലും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം പ്രത്യയശാസ്ത്രപരമായ ബാധ്യതകളില്ലാതെ ജനക്ഷേമ ഒരു പദ്ധതികളുമായി വെൽഫെയർ പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോകുക, ഡൽഹിയിൽ ഈ 2 വിഭാഗങ്ങളെയും ഒരേപോലെ കയറ്റർ ചെയ്യുക, കേരളത്തിലേക്ക് വരുമ്പോൾ മധ്യ കേരളത്തിൽ ഊജി, ഇതിനൊക്കെ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കും. അത് ഇന്ത്യയിലുടനീളം പരക്കാൻ സാധ്യതയുണ്ട്. പ്രത്യയശാസ്ത്ര ബാധ്യത മാത്രമല്ല, മൃദു ഹിന്ദുത്വവും അവരുടെ ഒരു ലൈൻ ഓഫ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ BJP-യെ സംബന്ധിച്ച് ഏറ്റവും ഭയക്കേണ്ട ഒരു പ്രത്യയശാസ്ത്രപരമായി തന്നെ ഭയക്കേണ്ടത് പ്രത്യയശാസ്ത്ര ബാധ്യത ഇല്ലാതെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെറേറ്റീവ് എന്താണ്? തൊഴിലില്ലായ്മയാണോ? അതിനെ പ്രതിരോധിക്കാൻ അവർ മുദ്രാ ലോണുമായിട്ട് വരും, അതിനെ പ്രതിരോധിക്കാൻ ഈ പറയുന്ന പണവുമായിട്ട് വരും. കർഷകരുടെ പ്രശ്നത്തിലാണെങ്കിൽ വിലക്കയറ്റമടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാനങ്ങളുടേതും കേന്ദ്രത്തിൻ്റെതുമായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് BJP വരും. അതിനെയൊക്കെ ഈസിലി BJP-ക്ക് ടാക്കിൾ ചെയ്യാം. പക്ഷേ അഴിമതി എന്ന് പറയുന്നത് BJP ഇന്നേ വരെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പോൾ റഫേൽ അടക്കമുള്ള വിഷയങ്ങളൊന്നും സാധാരണക്കാരന് മനസ്സിലാവില്ല, പക്ഷേ ഇലക്ട്രൽ ബോണ്ട് മുമ്പിൽ നിൽക്കുകയാണ്. 6060 കോടി രൂപ അഴിമതിയായി വാങ്ങി കമ്പനികൾക്ക് വഴിവിട്ട നീക്കങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു, ലാഭമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നത് പറയാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയാതെ പോയാൽ ഒരു അവസരം പാഴാക്കലാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, BJP-യെ നേരിടാൻ നമ്പർ മാത്രം പോരാ, BJP-യെ നേരിടാൻ ഒരു നെറേറ്റീവ് കൂടി വേണം. ആ കൗണ്ടർ നെറേറ്റീവ് ആം ആദ്മി പാർട്ടിയിൽ മാത്രം ഒതുങ്ങിയാൽ അത് ക്ഷീണമാകുമെന്നതാണ് എൻ്റെ ടേക്ക്. ശരി, ഒരു കാര്യം കൂടി നോക്കൂ, JNUവിന്റെ ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുന്നു. തൂത്തുവാരി പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറിയുടെ പത്രിക തള്ളി. അവർ ബാപ്സക്കായിരുന്നു പിന്തുണ കൊടുത്തിട്ടുള്ളത്. അതിലും ബാപ്സയുടെ വിജയം. ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് ABVP-യുടെ, അതിനെ പോലും മറികടന്നിരിക്കുന്നു. ഇപ്പോൾ ലെഫ്റ്റാണ്. അതായത് 4 ജനറൽ സീറ്റിലും 4 ലെഫ്റ്റ് കിട്ടി. പ്രതീക്ഷ നൽകുന്ന ഒരു വിജയം. ഏതായാലും പ്രതിപക്ഷം തെരുവിലേക്കോ എന്നുള്ളായിരുന്നു ചോദ്യം. യെസ് എന്ന 4 പേരും അഭിപ്രായപ്പെട്ടു. മീറ്റ് ദി എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. ഗുഡ് നൈറ്റ്. Meet the editors.